വെൽക്കം ബാക്ക് ടു സറ ലേഡീസും. ഇതുണ്ടല്ലോ മെഷർമെന്റ് ടേപ്പ് ഒക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് എന്താണെന്നായിരിക്കും അല്ലേ, ഒത്തിരി കസ്റ്റമർ ചോദിച്ചായിരുന്നു കേട്ടോ നമ്മളിത് എങ്ങനെയാണ് മെഷർമെന്റ് പറയുന്നതെന്ന്. അപ്പം മെഷർമെന്റ് ശരിയാണ്, കസ്റ്റമേഴ്സിന്റെ ഡൗട്ട് ശരിയാണ്. എന്നാന്ന് വെച്ചപ്പോൾ നമ്മൾ കുർത്ത സെലക്ട് ചെയ്യുവാണെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ മീഡിയംകാർക്ക് ആ മീഡിയം കറക്റ്റ് ആയിരിക്കും. 38 ആയിരിക്കും നമ്മുടെ ബോഡി മെഷർമെന്റ് വരും. ബോഡി മെഷർമെന്റ് അല്ല, ഉടുപ്പിന്റെ മെഷർമെന്റ് വരുന്നത് 38 ആയിരിക്കും. 40 എന്ന് പറയുമ്പോൾ 40 എന്ന് പറയുമ്പോൾ ലാർജ് എന്ന് പറയുമ്പോൾ 40 ആയിരിക്കും വരുന്നത്. എക്സൽ എന്ന് പറയുമ്പോൾ 42 അങ്ങനെയായിരിക്കും വരുന്നത്. ഇതിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നമുക്ക് വീഡിയോ അതായത് മെഷർമെന്റ് ഇവിടുന്ന് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് ഡിസ്പാച്ച് ചെയ്യുള്ളൂ. അതുമല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ജസ്റ്റ് ടേപ്പ് മെഷർമെന്റ് എടുത്തിട്ട് നമ്മുടെ ആം ഫിറ്റ് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അളർന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്താണ് ബോഡി മെഷർമെന്റ് എന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ജീൻസിന്റെ ടോപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ചില ഐറ്റത്തിന് നമുക്ക് ഇപ്പൊ ലാർജ് എന്ന് ടാഗ് കണ്ടാലും മീഡിയത്തിന്റെ മെഷർമെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ മെഷർമെന്റ് നോക്കിയിട്ട് തന്നെയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ മീഡിയത്തിന്റെ മെഷർമെന്റ് നമ്മൾ നോക്കിയിട്ടാണ്. ഇപ്പൊ ടാഗ് ലാർജ് ആയിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്, പക്ഷെ 38 ആയിരിക്കും ഉടുപ്പിന്റെ മെഷർമെന്റ് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് സൈസ് ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവില്ല. ഈ മെഷർമെന്റ് ടേപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെഷർമെന്റ് ടേപ്പ് പറയുക, അതിൽ ഇന്നർ ഉപയോഗിക്കുന്നു പറയുക. അപ്പൊ അതിനനുസരിച്ചിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ അവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുള്ളൂ. അപ്പൊ സൈസ് ഇഷ്യൂസ് നമുക്ക് എന്തായാലും ജീൻസിന്റെ ടോപ്പിൽ വരില്ല കേട്ടോ. അതിനനുസരിച്ചിട്ടുള്ളതാണ് നമുക്ക് ഇവിടുന്ന് ഓരോരുത്തരും ഓരോ മെഷർമെന്റ് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകട്ടോ. എന്ത് രസമാണെന്നൊക്കെ ഈ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റം. ഇതിൻ്റെയൊക്കെ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ്, ഇതിൻ്റെ സൈസ് ആയിട്ട് മീഡിയം തൊട്ട് 4XL വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇതിപ്പോൾ മീഡിയംകാർക്ക് മീഡിയം തന്നെ ചൂസ് ചെയ്താൽ മതി. ലാർജുകാർക്ക് ചില ഐറ്റം അങ്ങനെ വരും. ഇതിനകത്ത് മീഡിയം തന്നെ, ലാർജ് തന്നെ അങ്ങനെ മതി കേട്ടോ. അതായത് നിങ്ങൾ കുർത്ത ഉപയോഗിക്കുന്ന മെഷർമെന്റ് പറഞ്ഞാൽ മതി കേട്ടോ. അതിനനുസരിച്ചുള്ളതായിരിക്കും ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡും അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. മെറ്റീരിയൽ നല്ല സ്ട്രെച്ച് ആവുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിളും അതുപോലെ തന്നെ എന്താ പറയുന്നത് 999 റേഞ്ചും അടിപൊളിയല്ലേ. ഫസ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡിലേക്ക്, ക്യൂട്ടായിട്ടുള്ള ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് മീഡിയം ആണ് കേട്ടോ. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു സൈസ് ചാർട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. 4XL വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. സെക്കൻഡ് ഷെയ്ഡ് നോക്കിക്കേ, നല്ല ഭംഗിയായിട്ടുള്ളൊരു എന്ത് രസമാണെന്ന് നോക്കിക്കേ. അതിൻ്റെ ആ ഫ്ലോറലിൻ്റെ പ്രിന്റ് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ചെറിയ ഒരു ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ബീഡ്സ് അല്ല, ഒരു ചെറിയൊരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ളൊരു ഇത്. അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ എന്നും കാണുന്നതിനും കുറച്ചും കൂടെ ഞാൻ ഒരു അതായത് വണ്ണം കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നില്ലേ. ആ ഒരു കട്ടിങ്ങിന്റെ പ്രത്യേകതയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. സെക്കൻഡ് ഷെയ്ഡ് നോക്കിക്കാൻ നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡ്. അത് എഗെയിൻ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക്, ക്യൂട്ടായിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ദെൻ എഗെയിൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡിലേക്ക്. അതുപോലെ തന്നെ ഇതിന്റെ 4XL വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. മീഡിയം തൊട്ട് 4XL സൈസ് വരെയും അവൈലബിൾ ആണ്. 999 ആണ് കേട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇഷ്ടമാണെങ്കിൽ വാട്സാപ്പിൽ പർച്ചേസ് ചെയ്യുക. ഓക്കെ.